ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പം അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ ഹിബ? കുറച്ച് കാലമായി, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഹിബ ഫസീൽ ഇസ് ബാക്ക്, യു നോ. ഹലോ ലേഡീസ്. യെസ്, അപ്പൊ യാരിന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ല. ബിക്കോസ് നോമ്പിന് എന്താ ആഘോഷം? കേക്ക് മുറിക്കാൻ കൂടിയും പറ്റണ്ടേ? ചിരിക്കണൊക്കെ നമ്മളെ മുത്ത്. അപ്പൊ എന്തായാലും നമ്മളെ ഹിബ ഫസി ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് കുറെ കാലത്തിന് ശേഷം. ഞങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ ഇവിടെ ജീവനോടെ തന്നെയുണ്ട് അല്ലേ ഹിബ? യെസ്. അപ്പൊ പെരുന്നാളായപ്പോ നമ്മള് വീണ്ടും പൊന്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് ഇന്ന് പെരുന്നാരാവാ അല്ല ഹിബ? പെരുന്നാരാവിന് നമ്മൾ ഫ്ലാറ്റിലേക്കൊക്കെ നോക്കിയാ നല്ല അടിപൊളി കാറ്റൊക്കെ കൊണ്ട് നല്ല സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ഹിബ ഇന്നത്തെ പരിപാടി? യെസ് ഗൈസ്, ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും വാങ്ങിയിട്ടില്ല ഡ്രസ്സ്. യാരുടെ ഡ്രസ്സ് ഒന്നും വാങ്ങിയിട്ടില്ല. യാർക്കൊന്നും ഡ്രസ്സ് വാങ്ങിയിട്ടില്ല ഗൈസ്. പിന്നെ ഉള്ളത് നമ്മളെ ക്യാമറമാൻ സെറ്റല്ലേ, പോണ്ടേ? ഇവനും ഉണ്ട് നമ്മളെ പരം. അങ്ങനെ ക്യാമറമാനും ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും ഇന്ന് ഷോപ്പിംഗ് ഡേ ആണ്, കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം അല്ലേ? അപ്പൊ ഇതിൽ പെരുന്നാൾ വ്ളോഗ് ആണ് ഇത് അല്ലേ ഹിബ? ഇതിന്റെ ബാക്കി നമുക്ക് പെരുന്നാളായിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പോണത്. അപ്പൊ എന്തായാലും പോവാം അല്ലേ ഷോപ്പിംഗ്? അത് പിന്നെ വരുന്നത് അല്ലേ, നമ്മൾ ആഘോഷിച്ചിട്ടില്ല. ആഘോഷിച്ച് കഴിയുമ്പോ കാണിച്ചു തരാം. ഇതാണ് ഞാന്റെ ഷൂ. യാരാ പപ്പന്റെ താടി തൊടി, പപ്പന്റെ താടി തൊടി, പപ്പന്റെ താടി തൊടി. യാരാ പപ്പന്റെ താടി തൊടുത്താ? പപ്പന്റെ താടി എവിടെ എവിടെ തൊടി? അവന്റെ താടി തൊടി. കുറവായി. അപ്പൊ എന്തായാലും പോവാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ കാർ എടുക്കാൻ വേണ്ടി പോണേ. ഇതിനെത്തോ? ഞാൻ കാർ എടുക്കാം, നീ ഇതിനെടുക്ക. ഞാനും ഭയങ്കര ചിരിയാണല്ലോ. പുറത്തേക്ക് വേണം ഞാരോ. നമ്മൾ ഈ ഫ്ലാറ്റിന്റെ ഇവിടെ നല്ല ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കിയെന്ന് കണ്ടില്ല. ഫുട്ബോൾ കളിക്കുന്നൊക്കെ കാണാം കണ്ട, ചെക്കന്മാരൊക്കെ ഫുട്ബോൾ കളിക്കണേ. പക്ഷെ നമ്മളൊന്നും പോക്കില്ല അല്ലേ? നമ്മൾ ഇതുവരെയായിട്ട് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ പോവും അല്ലേ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ യാരുടെ കയ്യില് 2 കുപ്പിയുണ്ട്. 2 കുപ്പി എന്തൊക്കെയായിട്ട് അത് നിലത്ത് ഇങ്ങനെ 10,000-ന്റെ ടോയ്സ് വാങ്ങി കൊടുത്താലും അവൾക്ക് പ്ലാസ്റ്റിക് കുപ്പിയാണ് ഏറ്റവും ഇഷ്ടം കളിക്കാൻ. കുപ്പി ഫാനാണ് അവള്. കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ കാട് കണ്ണിന പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ കാട് കറങ്ങിന പൂമ്പാറ്റേ. കരുത്ത് പത്രികകൾക്ക് കുക്കാവ് തെളിവൊളി ഹമലയിൽ തുടരുകൾ പളപള ബിന്ദു ഹമലയിൽ തുടരുകൾ പളപള തനി ബിന്ദു ദരിദ്രീ മിതോലിട മടമലരോർകൾ ഗൈസ്. അങ്ങനെ നമ്മളിതാ നമ്മളെ യാര ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇത് കുറച്ച് ഡെയിലി വെയർ ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു അല്ലേ യാരോ? യാരാ ഹിബക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുത്താ? ഇതാണ് ഹിബക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കേട്ടോ. അടിപൊളി അടിപൊളി സൂപ്പർ. അപ്പൊ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് നമ്മളിപ്പം ഡെയിലി വെയർ ആണ് നോക്കിക്കൊണ്ടിരിക്കണത് യാരൊക്കെ അല്ലേ? ഇത് ഞാൻ എടുത്ത് കാണിച്ച സാധനങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത് ഈ എടുത്താ? ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കേ. ആരെടുത്ത സെലക്ഷൻ അടിപൊളി നോക്കണേ. എടുക്ക് സാധനം എടുക്കേ. ഇതാ ഞാൻ എടുത്തത് നല്ല ചൈനീസ് അടിപൊളി നല്ല ഇമ്പോർട്ടന്റ് ടൈപ്പ്. ഇതും ഓ ഇത് ഞാൻ എടുത്തോ ഉറങ്ങപ്പെടാൻ. ആരെ സെലക്ഷൻ? ഹിബന്റെ സെലക്ഷൻ ഒന്നുകൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. കിടക്കും ഇനി എടുക്കണ്ട നമ്മൾ ആരെ കേട്ടോ. അപ്പൊ പെരുന്നാൾ തലേന്നായോണ്ട് ഇവിടെ ഫുള്ള് പിടിപ്പത്തെ പണിയാണ്. അവിടെ പത്തിരി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മമ്മി വേറെ കൈപ്പത്തിരി വേറുണ്ട്, പിന്നെ മടക്കിപ്പത്തിരി വേറുണ്ട്. അതുപോലെ നല്ല ചിക്കനാണ്. അത് എന്താ ഇത്? ചിക്കൻ കറി ഉണ്ട്. വാവ്, നല്ല കുശാലാണ്. നല്ല അടിപൊളി ഫുഡാണ്. സൂപ്പർ സാധനം. അതേസമയം യാരെ നമ്മൾ ഓർക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. ലൈറ്റ് ഇട്ടിട്ടുണ്ട്. മമ്മി ഉറങ്ങുന്നോടത്ത് കൊതുകടിക്കാണ്ടൊക്കെയാണ് എന്നാ പറഞ്ഞത്. ബീഫാണോ ചിക്കനാണോ അമ്മ? അത് ചിക്കനാ? നമ്മളെ ഉമ്മനെ കൊറേ വയസ്സായി എല്ലാരും കണ്ടിട്ട്. ഇത് മുബാറക്ക് പറഞ്ഞാളി. നല്ല തിരക്കില് പരത്ത്. അതാണ് മമ്മീന്റെ വരത്തല് കേട്ടോ. എല്ലാരും എന്നോട് പറയലുണ്ട്
അത് നോക്കി കാണാൻ പണിയെടുത്തൂടെ. യെസ്, ഞാൻ പണിയെടുക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്. എന്നാ ഈ ക്യാമറ ഒന്ന് പിടിക്കണേ, ഞാൻ പണിയെടുത്തോളാം. നല്ല മണ്ടയ്ക്ക് പത്തിരിക്ക് പരത്താൻ അറിയാത്തത് നോക്കുക. ഇങ്ങനെ പരത്തുക, എന്നാൽ നടുക്ക് മടക്കിയിട്ട് എണ്ണ പരത്തിയതിന് ശേഷം 4ആയിട്ട് ഇങ്ങനെ വിഭജിക്കുക. എന്നിട്ട് അതൊരു പൂമാരി പ്ലിം, എന്നിട്ട് അത് പിന്നെയും മടക്കുക. എന്താ വെച്ചാൽ ഒരു പത്തിരി പരത്തിയിട്ട് അത് പിന്നെയും മടക്കിയിട്ട് പരത്തുക. അതാണ് മടക്കിയ പത്തിരി. അതായത് ഒരു പത്തിരി പരത്തുന്ന സമയത്ത് നമുക്ക് 2 പത്തിരി പരത്തേണ്ടി വരും. 2 പത്തിരി പരത്തുന്ന സമയത്ത് 1 പത്തിരി പരത്തുക. അതാണ് ഇതിന്റെ റേഷ്യോ. അപ്പൊ ടേസ്റ്റ് കൂടുന്നതാണ് ഈ ഒരു കോഴിക്കോടെ ഒരു മിത്ത്. അപ്പൊ ഞാന് പത്തിരി പരത്തട്ടെ അല്ലേ അമ്മ? തള്ളല് കിട്ടിയ പത്തിരി പരത്തില്ലേ? ഓ, അപ്പൊ നമുക്ക് പത്തിരി പരത്താം. മസിക്കാക്കി ബംഗു ആൻഡ് ക്യാമറമാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. യെസ്, അപ്പം എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഫസിക്കാക്കേ രാത്രി എമ്പുരാന് ടിക്കറ്റ് ബുക്ക് ചെയ്തിന് കേട്ടോ. 12 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിന്. എന്തൊരു ദുഷ്ടൻ, അതിനെ കൂട്ടിയിട്ടില്ല. എന്ത് മോന്റെ സ്വഭാവം എന്താണ്? ഒറ്റക്ക് കാണാൻ പോയതാ. നല്ലതാണ്. അതിനെ കൂട്ടിയില്ല അമ്മ. എമ്പുരാൻ അതിൽ ഏതൊക്കെ സീൻ കട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്യട്ടെ. ഭയങ്കര എന്തോ പൊളിറ്റിക്കലി എന്തോ പ്രശ്നം വന്നു എന്നൊക്കെ കേട്ടു. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ എമ്പുരാൻ കുറേ ആയി കാണണം എന്ന് വിചാരിച്ചു. അതും നടക്കൂല. അപ്പൊ നമുക്ക് പത്തിരി വരത്തണമെങ്കിലും ചെയ്യാം. അതാ പത്തിരി നല്ലോണം പൊള്ളി വന്നതിന് ശേഷം എന്താ മറിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പത്തിരി പരത്താം. ഞാൻ ചൂടാമ്മ, അതാണ് നിങ്ങൾക്ക് നന്നാവുക അല്ലേ? അപ്പൊ എനിക്ക് കുറച്ച് കഥകളൊക്കെ പറയാം. എണ്ണ വേണ്ടമ്മ. എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഭാഗം മുറിഞ്ഞ് ഈ ഭാഗം ചിക്കിട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ പൊന്തി വരും. ഇതിലേക്ക് ഇങ്ങനെ ബീഫ് കറിയോ ചിക്കൻ കറിയോ കൂട്ടി അടിച്ചാലല്ലോ പൊളിക്കും. അപ്പൊ നമ്മുടെ മടക്കിയ പത്തിരിക്കുട്ടൻ ഇവിടെ അതാ പൊള്ളി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കോരി മാറ്റിയിട്ട് പിഷ്യും സെറ്റ്. അതായത് നമുക്ക് ഇങ്ങനത്തെ പത്തിരിയൊക്കെ തിന്നാല് നേരത്തെ തന്നെ കൊളസ്ട്രോളും മറ്റതൊക്കെ വരും. എന്താ വെച്ചാല് എണ്ണയിൽ ഇങ്ങനെ അല്ല ഇമ്മ മറ്റേ സൺഫ്ലവർ ഓയിലിന്റെ മുതലാളിന്റെ മോള. ഇമ്മക്ക് സൺഫ്ലവർ ഓയിൽ ഇല്ലാണ്ട് നിൽക്കായില്ല. മമ്മി ഓയിൽ ഫാനാണ്. അപ്പൊ ആർക്കെങ്കിലും മമ്മിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 10 ലിറ്ററിന്റെ ഒരു ക്യാനോ 20 ലിറ്ററിന്റെ ക്യാനോ അല്ലേ അമ്മ? ഓ അതില്ലേ, അതാവും മമ്മി സന്തോഷാവും. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഓയില്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഇപ്രാവശ്യം ഉമ്മ മറ്റേ ഇല്ല കടികൾ കൊടുക്കുന്ന പരിപാടി. ആ അതുണ്ട് ഇവിടെ കോഴിക്കോട്. ഇങ്ങനെ ഉണ്ട്. പെരുന്നാളായ നമുക്ക് വിഷു ആയാലും ഓണായാലും അവിടുന്ന് ഇങ്ങോട്ട് തരും. പെരുന്നാളിനും വലിയ പെരുന്നാളിനും നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അത് നല്ല രസമുള്ള സിസ്റ്റം. മമ്മി ഇന്നലെ കൊടുത്തു തരണേ, ഞാൻ ഇവിടെ ഇല്ലേനി. മമ്മി സമൂസയും ചട്ടിപ്പത്തിരി, റോള് ചട്ടിപ്പത്തിരി ബനാന നിറച്ചിട്ടോ. അതൊക്കെ നല്ല രസമുള്ള ആചാരങ്ങളാണ്. അതിൽ നല്ലൊരു രസമല്ല. ഓണാകുമ്പോ ഞമ്മക്ക് സദ്യ ഉണ്ടാക്കാൻ കഴിയില്ല, അപ്പൊ ഓല് തരും. പെരുന്നാളാകുമ്പോ ഓൽക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അപ്പൊ നമ്മൾ കൊടുക്കും. റിയലി കൂളെ. അപ്പൊ ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞു തന്നിട്ട് ഈ പത്തിരി കഴിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പൊ ഞാൻ നല്ല മടക്കിയ പത്തിരി അതുപോലെ ചിക്കൻ കറി കൂട്ടി അടിക്കാം. സൂപ്പർ. അതിന്റെ കൂടെ നല്ലൊരു ലൈമ്. അപ്പൊ പെരുന്നാളിന്റെ തലേന്നായിട്ട് ഇവിടെ എല്ലാരും വെട്ടി വിഴുങ്ങാണ്. അത് ശരി, ഒന്നും കിട്ടാത്ത പോലെ വരുന്നു. ഞാൻ ഒന്നും ഉണ്ടാക്കല്ല. ബംഗുനെ കാണാത്തോല് കണ്ടോളൂ. ബംഗു സ്റ്റിൽ ലൈവ്. തിൻ്റെതാ എടുക്കണ്ട. മരകളല്ല ഡൈസില്ലേ? ഞാൻ കലക്കിയതാ, പക്ഷെ കുറച്ചുണ്ടാക്കിട്ടുള്ളൂ. കുറച്ചുള്ളൂ, പേടിക്കണ്ട. ബംഗു അത് കുടിക്കടാ, ഭയങ്കര ഷുഗറാ. ഞാനൊരു ഫുൾ ഇട്ടണേ. ഈദ് മുബാരക്. എന്താ ഇവിടെ നടക്കണത്? ഇവിടെ എന്തെല്ലക്കോ നടക്കും. ബംഗോ
എവിടെയായിരുന്നു ഇത്ര കാലം? അന്നെ ആൾക്കാർ ചോദിക്കണ്ടായി. ഇവിടെ തന്നെ ഉണ്ടായിനാ? പെരുന്നാൾ ഡ്രസ് എടുത്തോ? കാണിച്ചു കൊടുക്കോ എല്ലാവർക്കും? ഇല്ലേ? ഒക്കെ കാണിച്ചു കൊടുക്കോ? ക്യാമറമേ കാണിച്ചു കൊടുക്കോ? അയ്യാ കവറിലില്ലേ, ഞാൻ കാണിച്ചു കൊടുത്തോണ്ടേട്ടാ. മോളെ എന്താ ഇവിടെ പരിപാടി? യാരു അതില് വെള്ളം ഇല്ല കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് കാറിൽ ഇതാ പോണ. യാരു അതാ ഉറങ്ങിയോടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് നല്ല ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയാണ്. സമയം എത്രയാണെന്ന് നിങ്ങൾ നോക്കണതാ. 3:11 യെസ് ഗൈസ്, കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നാളെ ഈദാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. സാധനങ്ങളൊക്കെ നാളെ കാണിച്ചുതരാം. അപ്പം വെയിറ്റ് ഫോർ ടുമോറോ. അപ്പൊ 3 മണിക്കും കോഴിക്കോട് വൻ ലൈവാണ് കേട്ടോ. ആൾക്കാരൊക്കെ എന്താ വൈബ്. SM സ്ട്രീറ്റൊക്കെ മൊത്തം ആൾക്കാരെ, ഇപ്പോഴും ആൾക്കാർ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ പോവാം. ഫസ്റ്റാൾക്ക് ഇവിടെ ഇല്ല, എംപുരാൻ കാണാൻ വേണ്ടി പോയാണ്. നമ്മള് രണ്ടാളും ഒപ്പളായിരിക്കും എത്താം. എന്താ മസ്കാക്ക പരിപാടി? ബിരിയാണി ചോറ് എന്താണ്? നല്ല ബിരിയാണി ഉണ്ട്. ലെഗോൺ ബിരിയാണി, അതുപോലെ ബീഫ് വരട്ടിയത്, അച്ചാർ, തൈര്, പൊളി തന്നെ. എന്താ മസ്കാക്ക ഈ ഡ്രസ്സൊക്കെ? ഏതാണ് പെരുന്നാൾ ഡ്രസ്? സൂപ്പർമാൻ ഇടുന്നില്ല? യാരത് അവിടെ കുളിച്ചു മാറ്റി ഓളെ. എന്താ യാരാന്ന് പറഞ്ഞപ്പോ ചിരിക്കണ്? യാരു ഇവിടെ നൈറ്റ് ഡ്രസ് ഇട്ടാണ്. പെരുന്നാളിന്റെ പുതിയ ഡ്രസ്സാണ്. യാരുമാ എന്താണീ? ഇതാണ് എന്റെ പെരുന്നാൾ ഡ്രസ്. ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? പുതിയ ഡ്രസ് വേറല്ലേ? അതന്നെ. അപ്പം ഈ ചോർന്നോ? ഫസ്റ്റാകൽ തിന്നാ ലേറ്റ് ആയില്ലേ? എന്താ ചോദിച്ചു? എന്താ ലേറ്റ് ആയി ചോദിച്ചു? എന്താ വിളിച്ച്? അപ്പൊ നമ്മളെ യാരവിടതാ നല്ല പെരുന്നാൾ ബിരിയാണി തിന്നാട്ടോ. കൊടുക്ക് യാരക്ക് ലേശം. യാര നല്ല ബിരിയാണി ഒക്കെ തിന്നു. ഫുഡ് ലവറാണ് അല്ലേ? ചിക്കൻ ഇതാ തിന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഫലക്കും തിന്നുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. എന്താ തിന്നണേ? ഓള് നല്ല മൈലാഞ്ചി ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഓളെ പൊരന്ന് എടുത്തെടുത്താ, ഉമ്മന്റെ വീട്ടിൽ നിന്ന് ഇട്ടെടുത്താ അല്ലേ? അവിടെ മൈലാഞ്ചി വൈബാണ്. യാരു എന്താ ഫുഡ് കഴിക്കണേ? എന്താ ബിരിയാണി ഇന്നുവാ? എന്താ അപ്പൊ എല്ലാരും പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അതെ നമ്മളെ മമ്മീന്റെ ഹൈഫൈയിലെ ഡ്രസ്. ഹൈഫൈഡാ എന്റെ മോനെ, എജാദ് ലുക്ക്. എന്താണ് ഇഷ്ടായോ? രാജസ്ഥാൻ സെമി പാകിസ്ഥാനി സെമി പ്രോമാക്സ് ആണ് ഇട്ടത് മമ്മി അല്ലേ? നോക്കിക്കണ്ടേ, രാജസ്ഥാൻ പ്ലസ് ജയ്പൂർ വൈബ് സാധനങ്ങളാണ് നമ്മുടെ മമ്മിക്ക് കൊടുത്തുള്ളത്. അതുപോലെ ഇവിടെ ഫുള്ള് നമ്മളെ ഫാമിലി ഫുള്ള് ഹൈഫൈ ആയിരുന്നു. ഞാൻ ഹൈഫൈ ഊരി വെച്ചതാണ്. അടിപൊളി ആയോണ്ടേ ഞാന് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കണേ, എല്ലാരും പോയി നോക്കാം. അപ്പൊ നമ്മളൊരു ഷോർട്ട് ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണെന്ന്. നമ്മളിപ്പോഴും പെരുന്നാളില് ഒരു ജസ്റ്റ് ചുരം കയറാൻ പോക്കുണ്ട്. അത് ഇവിടത്തെ ഒരു നിയമം പോലെയാണ്. നമ്മൾ വെറുതെ ചുരം അല്ലെങ്കിൽ പുറത്ത് വെറുതെ പോയിട്ടൊന്ന് അല്ലല്ല, ഇത് നമ്മള് ആണുങ്ങൾക്ക് ഹൈഫൈൽ ഇല്ലല്ലോ. നമ്മള് റിക്വസ്റ്റ് ചെയ്യണെങ്കിൽ ആണുങ്ങൾക്കും തുടങ്ങാം കേട്ടോ.
മിന്ത്ര. ഓനാവുമ്പോ മൈന്ദ്ര എന്ന് പറയണം. പൊളിയാണ്. നല്ല അടിപൊളി കളറിൽ ഇതുണ്ടല്ലോ ഗൈസ്, ഇവൻ ഈ സ്റ്റൈലായി. ഞാൻ +2 പഠിക്കുമ്പോ ഒഴിവാക്കിയ സ്റ്റൈലാ. ഇതിനെന്തിനാ വയസ്സു പറയാ? കോഡ്രയല്ല. ഇതിന് വേറൊരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി. പണ്ടേ ഉള്ള ഐറ്റാട്ടോ. അപ്പൊ അതാണ് ക്യാമറമാന് എല്ലാ ബേസിക്കാ. ഞാനും ഇവന് ഒപ്പര ഡ്രസ് എടുത്തത്. ബേസിക്. നമ്മൾ ഈ പ്രാവശ്യം ബേസിക്കിലേക്ക് മാറി. ഡ്രസ് കുറെ ഭയങ്കര ഫാൻസി ടൈപ്സ് ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ബേസിക് ഡ്രസ് കണ്ടു. ഞാനൊക്കെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിലും ബേസിക് അങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നും. അതിനു വേണ്ടിയാണ് അത് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ഈ എന്തിട്ടാലും സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവൂലല്ലോ. അത് അതിനെ കൊണ്ടാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ലുക്ക് ഇല്ല. ഓക്കെ, എന്താണ് രാജസ്ഥാന് ഇതൊക്കെ മമ്മീന്റെ നോക്കിയ പാണ്ടിലോറി. ഇവിടൊക്കെ നോക്കിയാൽ മമ്മീന്റെ കണ്ട. ഇതാണ് നമ്മളെ രാജസ്ഥാൻ വൈബ് എന്നാണ് നമ്മൾ പറയല്. ഹിബ ഇനെ പാണ്ടിലോറി എന്നാണ് കളിയാക്കല്. ഈ കളർ യാ. അപ്പൊ എന്തായാലും പോയാലോ. അപ്പൊ ഇന്ന് രണ്ടാമത്തെ പെരുന്നാളിന്റെ ദിവസമാണ് കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഇന്നലെ വയനാട് ചുരത്തിലൊക്കെ പോയിട്ട് 5 മണിക്കാണ് വീട്ടിലെത്തിയത്. അപ്പം വ്ളോഗ് പോയിട്ട് കണ്ണ് തന്നെ തുറന്നിട്ടില്ല. ഇനി ഈദിന്റെ അന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഫുള്ള് സീനായി. അപ്പൊ ഇന്ന് ഇതാ സമയം 6 മണിയായിരിക്കുന്നു ഗൈസ്. അതായത് രണ്ടാം പെരുന്നാളിന്റെ 6 മണി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് എന്റെ വീട്ടിലേക്ക് പോവാണ്. അല്ലേ വത്തിക്കാക്ക? അതെ. അതല്ലേ മൊത്തത്തില് പ്രസന്നത കണ്ടില്ലേ? വേറെ അങ്ങോട്ടേക്ക് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ വലിയ മൂടൊന്നും ഇല്ല. പക്ഷെ മൂടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോകും. ഞാനിതവിടെ ഉറങ്ങുവാണ് കേട്ടോ. ഞാനെന്ന് നിന്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയതാ. ഞാനു ഉറങ്ങിക്കോട്ടോ. എന്താണ് ഒന്നും മിണ്ടാത്തത്? ബ്ലോക്ക് ഉണ്ടോ അസ്കാക? ബ്ലോക്ക് ഉണ്ടോ? അപ്പൊ നമ്മള് അല്ലെങ്കിൽ നമ്മള് അരീക്കോടുക്ക് ചെറുവാടി വഴി കഴിഞ്ഞിട്ടോ പോലെ, അല്ലെങ്കിൽ വാഴക്കാട് വഴി. ഇന്ന് ഫുള്ള് തിരക്കായിട്ട് വസ്കാക്ക പറഞ്ഞാൽ നമുക്ക് നിമ്മക്കം വഴി പോയി വെക്കാന്ന്. അവിടെയും തിരക്കിന് കുറവൊന്നുമില്ല. 4 ഒരു രസം. അതേസമയം എന്റെ വലിയക്കാക്ക് ഗൾഫിൽ നിന്ന് വന്നിനി പെരുന്നാൾ കൂടാന്. ഓനിന്ന് പോവാണ്. ഓനെ കാണാൻ വേണ്ടിട്ട് കൂടിയാണ് കേട്ടോ പോണേ. പിന്നെ ഉമ്മനിപ്പനും കാണണം. ഓനെ കണ്ടാ ഭാഗ്യം പോകുന്നാ തോന്നണ കേട്ടോ. അപ്പൊ നമുക്ക് പോകാം. അല്ലേ വസിക്കാക്ക? വണ്ടി എടുക്കടോ. വയ്യ. നമ്മളെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഫ്ലാറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോ ഗ്യാസും ഇല്ല. അപ്പൊ വയറ്റില് മൊത്തം ഗ്യാസാ. എന്താ ചെയ്യ? ഈ ഫസിക്കാക്ക ഉണ്ടല്ലോ ഗ്യാസിന്റെ ബുക്ക് കൊണ്ടുപോയി കളഞ്ഞിക്കണ്. ഉളുപ്പുണ്ടോ? ഉളുപ്പ് ലേശുണ്ടോ ഫസിക്കാക്ക? ഉളുപ്പുണ്ടോന്ന് ഒന്നും അറിയില്ല. എന്നിട്ട് അന്നില്ലേ ഗ്യാസ് ബുക്ക് ചെയ്ത ദിവസം വലിയ ആളായിട്ട് റേഞ്ചുമായിട്ട് ആ ബുക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്നോട് വലിയ എന്തോ തെറ്റില്ലേനി. വലിയ ആളായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്. ഇപ്പൊ ഇവിടെ വെച്ചത് ഓർമ്മയില്ല. 2 മാസത്തിന് ശേഷം ഗ്യാസ് തീർന്നപ്പോ ബുക്ക് കാണില്ല. ഇങ്ങനെ ഒരു മന്ദബുദ്ധി. എന്താണ്ടാ കണ്ണ് വെച്ച് നോക്കണേ? പരിപ്പോള കണ്ണ്. എല്ലാവർക്കും വലിയ കാര്യമായി. ഇതാണ് ഈദ് ഔട്ട്ഫിറ്റ് ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഷർട്ടുള്ളേ കൊടുക്കണ്ട. നമ്മളെ റീൽസ് കണ്ടാ മതി. ഞങ്ങളെ 2 ഈദ് ഔട്ട്ഫിറ്റ് ഉണ്ട്. അതൊന്നും നമുക്ക് സൈഡിൽ കൊടുത്താലേ നമ്മളെ ഈദ്. അതല്ലേ ആ ലിങ്ക് കൊടുക്കാം. നമ്മളെ വീഡിയോ സൈഡിൽ കൊടുത്താലോ? എന്നാ ലിങ്ക് കേറി കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. എത്തിയിട്ടുണ്ട്. അപ്പം ഇക്കാക്ക് ഗൾഫിലേക്ക് പോവാണ്. അപ്പൊ പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാരും ഉണ്ട്. എല്ലാരും ഇവിടെ ഞാൻ നിക്കണുണ്ട്. യെസ്, അപ്പൊ എല്ലാരും ഉണ്ട്. ഫസ്കാ ഗൾഫ് പോവാ. അപ്പൊ ഇവിടെ പെട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങട്ടാ? ഗൾഫിലോ? നിങ്ങളെ നാടല്ലേ ഇത്? പണിക്കോവാ. അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി പോവാണ് കേട്ടോ. എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാരും സെറ്റാണ്. എന്താ ചോപ്പ് കളറൊക്കെ ഇട്ടേ? കാള കുത്താൻ വരുന്നുണ്ടല്ലേ? ചോപ്പ് കളറൊക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞിനാജിന് 5 കൊടുത്താ? കുഞ്ഞിനാജിന് 5
ഒവ്വാണ് കേട്ടാ. ഒറ്റ അത് തൊട്ടെടുക്ക. കരിഞ്ഞ് കരിഞ്ഞ് കരി. അപ്പൊ ഇക്കാക്ക് യാത്ര അപ്പതാ മൈലാഞ്ചിട്ടതാ മുക്കാ ഭാഗത്തിനുണ്ടോ. അപ്പൊ നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ആള് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ബ്രൈഡൽ മെഹന്തി ഇടാൻ ആഗ്രഹം ഉണ്ടോ? അന്തേ സമയമല്ല, ഡോക്ടർക്ക് സമയമല്ല, ക്ലിനിക്കിൽ പോയി വന്നാൽ പിന്നെ സമയമല്ല, അതുകൊണ്ട് കുടുംബക്കാർക്ക് മാത്രം ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മളെ സംഭവം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് കാണിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല രസമുണ്ടാവും ഇനി ചോന്നാൻ കാണാൻ. മൈലാഞ്ചിയൊക്കെ ഇട്ട് ഫുള്ള് സെറ്റായി, പൊളി മൈലാഞ്ചി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിട്ടോ. അപ്പൊ ഇതിന്റെ മൈലാഞ്ചിയൊക്കെ ഇതാ നല്ലോണം ചോന്നിട്ടുണ്ട്. ഫസികാക്ക എന്താ പരിപാടി? എന്താ അവിടെ ഈസും ഉണ്ട്, ഫസികാക്ക ഉണ്ട്. അപ്പൊ നമ്മള് ഇനി വേറൊരു പരിപാടിക്ക് വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബായ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.